ഞാൻ സജു പുന്തല. നമ്മൾ പുതിയ റോഡും റീലും ബ്രൈഡ് ലൈനുമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ പുതിയ ഒരു റോഡും റീലും ഒക്കെ വാങ്ങി അത് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. തീർച്ചയായും ഇത് കാസ്റ്റ് ചെയ്യുന്ന രീതി ഇവയെല്ലാം പരിചയപ്പെടുത്തുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. നമ്മൾ വാങ്ങിയിരിക്കുന്നത് പൈനിയറിൻ്റെ സ്റ്റിക്കാണ്. അതിന് ഏകദേശം 1250 രൂപ കൊടുത്ത് വാങ്ങിയതാണ്. 8 ഫീറ്റാണ് ഇതിൻ്റെ അളവ്. അതുപോലെ തന്നെ നമ്മൾ ദുക്കാനയുടെ മെഷീനാണ് വാങ്ങിയിരിക്കുന്നത്. 6000 ഈ മെഷീൻ. ഇത് ഞാൻ മുൻപ് ഉപയോഗിച്ചിട്ടില്ല, ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ്. ഇതാണ് ദുക്കാനയുടെ മെഷീൻ. ഇതിന് ഏകദേശം 1450 രൂപ വിലയാണ്. അതുപോലെ തന്നെ നമ്മൾ ബ്രൈഡ് ലൈൻ മേടിച്ചിട്ടുണ്ട്. ഫ്ലൂറോ കാർബൺ ആണ് മേടിച്ചിരിക്കുന്നത്. ഇത് നല്ല വിലയാണ്. ഏകദേശം 29 കിലോ വെയിറ്റ് നമുക്കിത് താങ്ങാൻ സാധിക്കും. ഇത് ഞാൻ വാങ്ങിയത് 850 രൂപ വിലയ്ക്കാണ്. സാധാരണ ബ്രൈഡ് നൂലിനേക്കാൾ ഫ്ലൂറോയ്ക്ക് നല്ല ബലമാണുള്ളത്. ഓക്കെ, നമുക്കിനി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മളിത് 2 പീസാണ് വരുന്നത്. നമ്മൾ ഈ ഭാഗത്താണ് ഇതിൻ്റെ മെഷീൻ ഫിറ്റ് ചെയ്യുന്നത്, അതായത് റീൽ ഫിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ താഴോട്ട് അയച്ച ശേഷം മെഷീൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെക്കുന്നു. ഓക്കെ, അതിനുശേഷം താഴത്തെ ഫിറ്റ് ചെയ്ത ശേഷം ഈ താഴത്തെ പാർട്സ് നമ്മൾ മുകളിലേക്ക് കയറ്റും. നമ്മൾ മെഷീൻ സെറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ സ്റ്റിക്കേൽ. ആദ്യം നമ്മൾ ബ്രൈഡ് ലൈൻ ഈ ഹോള് വഴി നമ്മൾ അകത്തേക്ക് ഇടുന്നു. അതിനുശേഷം നമ്മൾ മെഷീനെ കൊണ്ടുവന്ന ശേഷം നമ്മൾ മെഷീൻ റിലീസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ ഭാഗത്താണ് ഇതിൻ്റെ ബ്രൈഡ് നൂൽ കെട്ടുന്നത്. ഓക്കെ, നമ്മൾ ബ്രൈഡ് നൂല് ഇതിൽ നമ്മൾ കെട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മെഷീൻ റിലീസ് ചെയ്ത മെഷീൻ വീണ്ടും നമ്മൾ ലോക്കിലേക്ക് ഇടുന്നു. അതിനുശേഷം നമ്മൾ ഈ ഹാൻഡിലെ പിടിച്ച് കറക്കി നമ്മൾ നൂല് ഇതിലേക്ക് ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്കിനി ലോഡ് ചെയ്ത് നോക്കാം. ബ്രൈഡ് ലൈന് ഇതുപോലെ എന്തെങ്കിലും കമ്പയിലോ വല്ല ഇരുമ്പ് പൈപ്പേലോ ഇത് വെച്ച ശേഷം നമ്മൾ മെഷീൻ ഇപ്പോൾ ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇതാരെങ്കിലും അത് പിടിച്ച് ഇങ്ങോട്ട് വേണം.
ഇപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ കൈകൊണ്ട് ചെറുതായിട്ട് പേപ്പറോ തുണിയോ എന്തെങ്കിലും വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചു കൊടുക്കും. നമ്മൾ നൂല് ടൈറ്റ് ഫിറ്റ് ചെയ്യാൻ കറങ്ങാൻ വേണ്ടിയാണത്. ശരിയാണല്ലോ. ഓക്കെ, നമ്മൾ ബ്രൈഡൽ നൂല് മൊത്തം ഇത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ഹോളിലേക്ക് ഇടുന്നു. അത് നമ്മൾ ഈ സ്റ്റിക്ക് ഇവിടെ ഘടിപ്പിക്കുന്നു. ഓക്കെ, നമ്മൾ സ്റ്റിക്ക് റെഡിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ സ്റ്റിക്കുകളെ നമ്മൾ പോപ്പപ്പാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്പ്രിങ്ങും പോപ്പും. ഇടയ്ക്ക് നമ്മൾ സ്പ്രിങ് ഉണ്ടാക്കുന്നത് കാണിച്ചപ്പോൾ ചിലർ ചോദിക്കും സ്പ്രിങ് മീനെ എടുത്തെറിഞ്ഞ് പിടിക്കാനാണെന്നൊക്കെ ഒരു കമൻ്റൊക്കെ കണ്ടായിരുന്നു. സ്പ്രിങ് നമ്മൾ ഇതുപോലെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പോപ്പപ്പും സ്പ്രിങ്ങും. പിന്നെ ഇത് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫോക്കസ് ചെയ്യുന്നില്ല, ക്ലിയറായിട്ട് കാണുന്നുണ്ടോ? അത് നമ്മൾ ഈ ലോക്ക് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഒരു നൂല് നമ്മുടെ മെഷീനോട് ചേർത്ത് ഇങ്ങനെ പിടിക്കുന്നു. എറിയുന്ന റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വിരളിഞ്ഞ് എടുക്കും. വിരലെടുക്കുമ്പോഴാണ് നൂല് കാസ്റ്റായി പോകുന്നത്. ഓക്കെ, ഇത് ചില സുഹൃത്തുക്കൾ സംശയം ചോദിച്ചു, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, കിടക്കാതെ